നമസ്കാരം, BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീലക് തോട്ടക്കാട്ടുകര, ജോഷ് മാൾ മുക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വിലാസ്. പ്രഥമ പരിഗണന സുരക്ഷിതത്വത്തിന് എന്ന ഉദ്ദേശത്തോടെയാണ് കോവാക്സിൻ വികസിപ്പിച്ചതെന്നും കോവാക്സിന് പാർശ്വഫലങ്ങളൊന്നുമില്ലെന്നും വ്യക്തമാക്കി ഭാരത് ബയോടെക്. ലൈംഗിക പീഡന കേസിൽ ഉൾപ്പെട്ട കർണാടക ഹാസനിലെ NDA സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണ രാജ്യം വിട്ടത് നയതന്ത്ര പാസ്പോർട്ട് ഉപയോഗിച്ചെന്ന് വിദേശകാര്യ മന്ത്രാലയം. നയതന്ത്ര പാസ്പോർട്ട് ഉള്ളവർക്ക് ജർമ്മനിയിലേക്ക് പോകാൻ വിസ ആവശ്യമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. വിദേശകാര്യ മന്ത്രാലയം ഇടപെട്ടതുകൊണ്ടാണ് പ്രജ്വലിന് രാജ്യം വിടാനായതെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ചെങ്ങമനാടിൽ ഭർത്താവിനും 6 വയസ്സുകാരനുമായ മകനുമൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന യുവതി ചരക്ക് ലോറി തട്ടി വീണ് അതേ ലോറി കയറി മരിച്ചു. ഭർത്താവും മകനും നിസാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു. ചെങ്ങമനാട് തേക്കാനത്ത് മുല്ലയ്ക്കൽ വീട്ടിൽ ഔസേഫ് ബൈജുവിന്റെ ഭാര്യ സിജിയാണ് മരിച്ചത്. അത്താണി പറവൂർ റോഡിൽ ചുങ്കം പെട്രോൾ പമ്പിന് സമീപം ഇന്ന് വൈകിട്ടായിരുന്നു അപകടം. ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി തന്നെ സ്ഥാനാർത്ഥിയായേക്കുമെന്ന് സൂചന. ഇന്ന് രാഹുലിന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ വൻ റോഡ് ഷോ ഉണ്ടാകുമെന്നും റോഡ് ഷോയ്ക്ക് ശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഉണ്ടായേക്കുമെന്നാണ് അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നത്. ദല്ലാൽ നന്ദകുമാറിൽ നിന്ന് അനിൽ ആന്റണി പണം വാങ്ങിയെന്ന ആരോപണം ആവർത്തിച്ചു. ഈ വിവരം പ്രമുഖ നേതാവടക്കം 3 പേരോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അനിൽ ആന്റണി പ്രതികരിച്ചു. ജമ്മു കാശ്മീരിലെ ബനിഹാളിൽ മലയാളി വിനോദയാത്രാ സംഘം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് യുവാവിന് ദാരുണാന്ത്യം. നാദാപുരം സ്വദേശി സഫ്വാൻ PP ആണ് മരിച്ചത്. അപകടത്തിൽ 14 പേർക്ക് പരിക്കേറ്റു. ഇവരിൽ 12 പേർ മലയാളികളാണ്. പരിക്കേറ്റവരിൽ 6 പേരുടെ നില ഗുരുതരമാണ്. മലപ്പുറം ജാമിയ സലഫിയ ഫാർമസി കോളേജിലെ മുൻ B.Pharm വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടവരിൽ 6 പേർ. വാകത്താനം കോൺക്രീറ്റ് മിക്സിംഗ് കമ്പനിയിലെ ജീവനക്കാരന്റെ മൃതദേഹം വേസ്റ്റ് കുഴിയിൽ കണ്ട സംഭവം കൊലപാതകം. സഹപ്രവർത്തകനായ ആസാം സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിൽ കമ്പനിയിലെ മറ്റൊരു ജീവനക്കാരനായ തമിഴ്നാട് സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സ്വദേശിയായ പാണ്ഡി ദുരൈ എന്നയാളെയാണ് വാകത്താനം പോലീസ് അറസ്റ്റ് ചെയ്തത്. കോൺഗ്രസ് വ്യാജ വീഡിയോകളിലൂടെ പ്രചാരണം നടത്തിയെന്ന പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് രാജീവ് ചന്ദ്രശേഖറും സുധാൻഷു ത്രിവേദിയും. കോൺഗ്രസ് പ്രചാരണം നടന്നിട്ടുള്ളത് കള്ളങ്ങളെ കേന്ദ്രീകരിച്ചാണ്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഇതിന് നേതൃത്വം നൽകിയെന്നും പരാതിയിൽ പറയുന്നു. സംസ്ഥാനത്ത് ചൂട് കൂടുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. വിവിധ ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത
തുടരുന്നതിനാൽ അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണെന്നും പൊതുജനങ്ങളും ഭരണേതര സംവിധാനങ്ങളും വേണ്ട ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി.